ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗോപകുമാർ കൊയ്ക്കുമഠത്തിൽ ജുബിലീസ് എപ്പിസോഡിന്റെ 73ാമത് ഭാഗമായ കവിതകൾ 23 എന്ന ഈ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും അർത്ഥവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഐന്ദവിക്കും ന്യൂ ജനറേഷൻ ചാരിറ്റി ആൻഡ് ട്രസ്റ്റ് ആൻഡ് ടെമ്പിളിനും വേണ്ടിയിട്ടുള്ള നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ ചിന്തകൾക്ക് വേണ്ടിയിട്ട് ഒരു തുടക്കമായി മാറട്ടെ എന്നുള്ള ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ ഈ രാവിന്റെ ഫോണിൻ ഗോപകുമാർ കൃഷ്ണയുടെ ലൈവ് പ്രോഗ്രാമായ ഈ കവിതകൾ എപ്പിസോഡിന്റെ 23ാമത് ഭാഗമായ മധു മന്ദാരം എന്ന നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാം ഹൃദയം കവർന്ന ഈ കവിത അല്ലെങ്കിൽ ഈ ഗാനം നിങ്ങൾക്കായി ഞാനിവിടെ ആലപിക്കാൻ പോവുകയാണ്. അതേപോലെ ഇന്നത്തെ പോലെ നമ്മളുടെ റേഞ്ചുകളുടെ വ്യത്യാസവും മറ്റുള്ള വിഷമങ്ങളും ഗ്രൗണ്ട് സപ്പോർട്ടും അതേപോലെ മറ്റുള്ളവർക്ക് വളരാൻ, അതേപോലെ നമ്മളുടെ സോഫ്റ്റ്വെയറും അതേപോലെ ഡാറ്റകളുടെയൊക്കെ പ്രത്യാശമായിട്ടുള്ള പുതിയ ന്യൂ ജനറേഷൻ എന്തായാലും നമ്മളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. എന്തായാലും അറിയാനുള്ളതെല്ലാം ജനങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞു. അടുത്ത നിയമ സാദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. രാജ്യത്തിന് വഴിക്കുന്ന തീവ്രവാദ ചിന്തകളും മതപരിവർത്തനങ്ങളും അതേപോലെ സോഫ്റ്റ്വെയർ എന്ന് നമ്മുടെ മനുഷ്യന്റെ ഹൃദയങ്ങളും ബ്രെയിനിൽ ഘടിപ്പിക്കുന്ന പുതിയ രീതിയിലുള്ള ജാതിഭരണ സംവിധാനങ്ങൾ, അവയെ എല്ലാം ബ്രെയിനുകളെ മാറ്റി ചിന്തിപ്പിച്ചുകൊണ്ടും ബുദ്ധിശക്തികളെ തകർത്തുകൊണ്ടും മറ്റുള്ള ഒരു രാജ്യത്തിന്റെ തലസ്ഥാനം പോലെ ആക്കി മാറ്റാം കേരളത്തെ എന്നുള്ള ചിന്താഗതികളെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറുകളെ രാവിലെ തന്നെ അറ്റാക്കുകളാക്കി നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം മുടക്കിക്കൊണ്ടും അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ വരുമാനങ്ങളെ നമ്മുടെ പ്രതീക്ഷ നമുക്കുള്ള ഗ്രൗണ്ട് സപ്പോർട്ടുകളും നമ്മുടെ ജാതികമായിട്ടും അല്ലെങ്കിൽ കേരളക്കാരെ അല്ലെങ്കിൽ മതമായിട്ടും ജാതിയായിട്ട് റിലേഷൻഷിപ്പുമായിട്ടും ഒക്കെയുള്ള ഒരു വളർച്ചയെ മറ്റുള്ളവർക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ഭരണകൂടത്തിൽ അവരുടെ ഭാഗമാക്കി മാറ്റി നമ്മൾ ഉപയോഗിക്കാവുന്ന ഒരു ഭാഗമാണ് ഇവിടെ രാവിലെ തന്നെ ഈ സോഫ്റ്റ്വെയർ അറ്റാക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നമ്മുടെ മധുമന്ദാരം എന്ന ഈ ഗാനം ഞാനിവിടെ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഫോളോവേഴ്സിനും അതേപോലെ മറ്റുള്ള സാങ്കേതിക തകരാറുകൾ ഉണ്ടാവുന്നത് കാരണം സംഭവിക്കുന്ന നെറ്റ്വർക്ക് കണക്ഷനുകളാണ് അതിന്റെ സെന്ററുകളിൽ ലൈറ്റുകൾ ആയി മാറുന്നത്. കാരണം നമ്മുടെ ഹൃദയങ്ങളെല്ലാം ലൈറ്റാണ്, പക്ഷെ നമ്മളെ ലൈറ്റ് അടിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതിനെ നമ്മൾ തിരിച്ചടിക്കും ഒരു ദിവസം എന്നുള്ള വ്യത്യാസങ്ങൾ മാത്രം നമുക്ക് പറയാം. എന്നുള്ള വ്യത്യാസങ്ങളോടെ നമ്മുടെ മധു മന്ദാരം ഇവിടെ ഞാൻ നിങ്ങൾക്കായി ആലപിക്കുകയാണ്. മധുമന്ദഹാസിനികൾ അണിയും മാനത്തെ മന്ദാര സ്വപ്നമാ ചിറകു വിരിച്ചൊരു രാവിൻ നാളിൽ വന്നു പേറിയ മാലിനികൾ വിടരും മുൻപേ അണിയാൻ സൂര്യൻ പേറി ഹൃദയവുമായി ഒഴുകി വന്നു മരതകമുകിലേ ഹൃദയം തന്നിൽ ചേക്കേറി അറിയാതിരുന്നു സൂര്യൻ രാവിൽ ഹൃദയം തന്നിൽ ചേക്കേറി അറിഞ്ഞു നിന്നൊരു ശാരദമുകിലവൾ അറിയാതിന്നീ വഴിയോരത്ത് കണ്ടൊരു മാനം പൂത്തുവിടർന്നു ശാരദമുകിലവളറിയാതെ തെളിഞ്ഞു
തെളിഞ്ഞു വന്നൊരു നക്ഷത്രം ഇന്നീ കുടിലിൻ കരയിൽ ഒഴുകും മനമേ മിഴിനീർ കണമായി പെയ്തൊഴിഞ്ഞൊരാത്തീരത്ത് ഇന്നീരാവൊരു കഥ പറഞ്ഞു ഈ മരതകമുകിലിൻ കഥ പറഞ്ഞു ഈ രാഗാദ്രചന്ദ്രന്മാർക്കാ തരളിത വിരളിത കാമാനുഹൃദയ ജീവിത സ്വപ്ന കഥ പറഞ്ഞു ഈ മനതാരിൽ ഈ സ്വപ്നം ഉറങ്ങും തീരത്ത് ഈ സ്വപ്നം ഉറങ്ങും തീരത്ത്. അതേപോലെ നമ്മുടെ ഈ പ്രോഗ്രാമുകൾ കണ്ട് ഇഷ്ടപ്പെടുന്ന നമ്മളുടെ എല്ലാം ഫോളോവേഴ്സും അതേപോലെ നമ്മളെ സ്നേഹിക്കുന്ന ആരാധ്യരായ മനുഷ്യ സമൂഹത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഗായകരും അതേപോലെ തന്നെ ജനപ്രതിനിധികളും അതേപോലെ ഓഫീസേഴ്സും അതേപോലെ ഞങ്ങളെ പോലെയുള്ള പ്രോഗ്രാമുകളെ വാച്ച് ചെയ്യുകയും അതിൻ്റെ വിലയിരുത്തലും സ്വപ്നങ്ങളും ഹൃദയങ്ങൾ തമ്മിൽ ഹൃദയങ്ങൾ കൈമാറുന്ന ഹൃദയങ്ങൾ തമ്മിൽ വിമർശനങ്ങൾ കൈമാറുന്ന സമയങ്ങളിൽ നമ്മുടെ വാദവാചാരങ്ങൾ കൊണ്ടും നിങ്ങളെയൊക്കെ നമ്മുടെ അവസ്ഥകളെയും ചിന്തകളെയും സ്വപ്നങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നമ്മുടെ വാനാമ്പുകൾ കൊണ്ട് എത്തിക്കുകയും അതേപോലെ നമ്മളെ ദ്രോഹിക്കുന്നത് നമ്മൾ വിമർശിച്ച് പോകണം മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ അർത്ഥങ്ങൾ നമ്മുടെ വരുമാനങ്ങളുടെ നമ്മുടെ ഗോത്രത്തിൻ്റെ എന്താണോ അവരുദ്ദേശിക്കുന്നത് അത് നമ്മളെ വെച്ച് അത് നമ്മുടെ റീജിയനെ കണക്കൂട്ടിയാണോ അല്ലെങ്കിൽ നമ്മുടെ വളർച്ച തരത്തെയും എന്തായാലും നമ്മൾ വളരുന്നില്ല എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ സുജീവിതങ്ങളിൽ നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥയും ദ്രോഹവും മറ്റുള്ള ചിന്തകളുമാണ് നമ്മൾ വീണ്ടും അവരെയൊക്കെ വിമർശിക്കേണ്ടി വരേണ്ടത്. അത് അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടവരെയൊന്നും അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മളെപ്പോലുള്ള വളർച്ചകളെയല്ല സ്വപ്നങ്ങളെ പ്രതീക്ഷകളൊന്നും നടക്കാതെ പോകുന്നത് മറ്റുള്ളവർ അതിനുവേണ്ടി വന്നെത്തുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും നമ്മുടെ അവസ്ഥകളെയും മറ്റും പറഞ്ഞുകൊണ്ട് സാമാന്യ ജീവിതങ്ങൾ നമ്മുടെ കഥകളെപ്പോലെ തന്നെ അവർ ഉത്ഭവിച്ചുകൊണ്ട് നമ്മുടെ അവസ്ഥകളെ പറഞ്ഞ് മറ്റുള്ളവർക്ക് ജീവിക്കാമെന്നുള്ള ഒരവസ്ഥയാണ് നമ്മുടെ വളർച്ചകൾ തകർന്നു പോകുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള വളർച്ചകളിൽ നിങ്ങൾ ചെന്നെത്തരുത് എന്നെത്തിപ്പെടരുത്. കാരണം നിങ്ങളെയൊക്കെ ദ്രോഹിക്കുമ്പോൾ അത് നിങ്ങളെയൊക്കെ മരണത്തിൽ വരെ ചെന്നിരുന്നു നിങ്ങളുടെയൊക്കെ ദാരിദ്ര്യത്തിൽ നിങ്ങളുടെയൊക്കെ അവസ്ഥകളെ കൊണ്ടെത്തിക്കുമ്പോൾ വളർച്ചയുടെ പേര് പറഞ്ഞ് നിങ്ങളെ കൊണ്ടെത്തിക്കുമ്പോൾ അന്നേരം ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ഗതി വന്നത് എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഒരു മുൻകേറായിട്ട് ഞാൻ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിങ്ങൾക്കുള്ള ചാരിറ്റികൾ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെയൊക്കെ വരുമാനങ്ങൾ കണ്ടെത്തേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളർന്നു വരാൻ പറ്റൂ. കാരണം നമ്മളുടെ കയ്യിൽ നിന്നോ നമ്മുടെ ഒരു ആനുകൂല്യം ഒരു പ്രോപ്പർട്ടിയോ വസ്തുക്കളോ ഒന്നും നമ്മൾ വലിയ മേടിച്ച് വിറ്റോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായിച്ചു ജനങ്ങളെ കൊല്ലാൻ പാടില്ല. കാരണം നമ്മളുടെ വരുമാനത്തിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഒന്നും അറിയാതെ ജീവിച്ചു പോകുന്ന മനുഷ്യരാണ്. എന്തായാലും നമുക്ക് വന്നു പോയിക്കും എന്നുള്ള ഒരു കണക്കൂട്ടൽ എൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിലുണ്ടായതിൻ്റെ ഭാഗമാണ് നിങ്ങളോട് പലർക്കും അത് വന്നിട്ടുണ്ടാവും. വരാത്തവർ ഇനിയും കരുതിക്കൊണ്ട് തന്നെ മുമ്പോട്ട് നമ്മുടെ ജീവിതങ്ങൾ പോകുമ്പോൾ നാളെ ഒരു തലമുറയിൽ നമ്മൾ വന്നെത്തിപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് വൃദ്ധന്മാരാകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള അംഗവൈകല്യങ്ങൾ വരുമ്പോഴോ ദാരിദ്ര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോഴുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് എൻ്റെ കണ്ണുനീർ തന്നെ അതിനൊരു കഥകൾ പറയും. കണ്ണുനീരെന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ നിന്ന് തന്നെ. കാരണം നമ്മുടെ ഹൃദയങ്ങളെ അറ്റാക്ക് ചെയ്തുകൊണ്ടും മറ്റുള്ള സുപ്രീറുകളെ കടത്തിച്ചുകൊണ്ടും അത് ഒരു വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ആൾക്കാരെ വിദ്യാഭ്യാസവും വിവരമുള്ളവരാണോ അവരുടെയെല്ലാം അവരുടെയൊക്കെ കാര്യങ്ങളോ ഡാറ്റകളോ ഒക്കെ അടിച്ചെടുത്തിട്ട് രാജ്യത്ത് ദ്രോഹിക്കാമെന്നുള്ള പണ്ട് നമ്മുടെ സ്റ്റോൺ എന്ന് പറയുന്ന പോലെ മറ്റുള്ളവർക്കും വരാറുണ്ട് ഹൃദയങ്ങൾ. അതേപോലെ വിദ്യാഭ്യാസങ്ങളും പറഞ്ഞു കൊടുത്ത് വളർന്നു വന്ന രാജ്യത്ത് നമ്മളെല്ലാമായി മാറി എന്നുള്ള ഒരു ചിന്തകൾ കൊണ്ട് രാജ്യത്തെ നശിപ്പിക്കാം നശിപ്പിച്ചുകൊണ്ട് രാജ്യത്തിനല്ലാതെ ഒരു ഫാസിസ്റ്റ് ചിന്താഗതികൾ അല്ലെങ്കിൽ മറ്റുള്ള ഒരു രോഗ ചിന്താഗതികളെ ഉത്ഭവിച്ചുകൊണ്ട് രാജ്യത്തെ ഭരണകൂടങ്ങളെ അവരുടേതായി രാജ്യമായി മാറ്റിക്കൊണ്ട് വളർന്നു വരാം എന്നുള്ള പ്രത്യാശകളായിരിക്കാം. അവിടെ ജനദ്രോഹം മാത്രമാണ് അവരുടെ ജീവിതം എന്നുള്ളതാണ് കണക്കൂട്ടാണ് നമ്മുടെയൊക്കെ അവസ്ഥകളെ നമ്മൾ വീണ്ടും ഇങ്ങനെയുള്ള ചാരിറ്റികളിലേക്ക് വന്നെത്തുന്നതും നമ്മുടെയൊക്കെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും സ്നേഹങ്ങളെയും ത്യജിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ അവർ ഹാഷാക്കി മാറ്റുകയും ഹൃദയത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു മറുപടി ഇതാണ്. കാരണം അവിടെ നമ്മൾ പറയുന്ന കഥകൾ അവരോട് നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നിയമങ്ങളില്ലാത്ത പ്ലസവും അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നിയമപരമായിട്ട് ജീവിക്കുന്ന നമ്മളെ എന്തിന് മറ്റൊരു തീവ്രവാദ രീതിയിലേക്ക് ചിന്തയിലേക്ക് നമ്മുടെ അഡ്രസ്സുകളെ വരെ മാറ്റി നിങ്ങൾ
മറിച്ചുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചോദിക്കാറ്. അവിടെയാണ് നമ്മുടെ റീജിയനെക്കുറിച്ചും നമ്മുടെ ഹൃദയങ്ങളെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അതായിരിക്കാം നമ്മൾ ചോദിക്കുന്നത് അവർ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ബ്രെയിനിലും ഡാറ്റയിലും ആയിരിക്കണം സോഫ്റ്റ്വെയറുകളെ പണ്ടേ ചെറുതേ തന്നെ നമ്മുടെ സ്വപ്നങ്ങളെ എല്ലാം കണക്ക് കൂട്ടി നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുക്കി വെച്ചത്. അതിൻ്റെ ഡാറ്റകളെ ആയിരിക്കണം അവർ ബ്രെയിനിലൂടെ കവർന്നിട്ടുണ്ടാവുക. അതിനെ വെച്ചായിരിക്കണം നമ്മുടെ ഡ്രസ്സിംഗ് കേവിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് രാജ്യദ്രോഹങ്ങൾ ചെയ്യാമെന്നുള്ള പുതിയ രാഷ്ട്രീയ തലമുറകളോ ഭരണങ്ങളോ ഉത്ഭവിക്കാമെന്നുള്ള ഒരു കണക്കൂടുതൽ ആയിരിക്കണം. അവിടെയും ഏകാധിപത്യവും വസ്തുവും മാത്രമായിരിക്കണം അവരുടെ ചിന്തകൾ. അവരുടെ റീജൻ്റെ ചിന്തകൾ കേരളവും ഇന്ത്യയും ഒന്നും ആയിരിക്കില്ല, മറ്റുള്ള രാജ്യങ്ങളും ആയിരിക്കാം എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ നമുക്കിപ്പോൾ ഇവിടെ പ്രതിപാദിക്കുവാനുള്ളത് തന്നെ. എങ്കിലും നമ്മളുടെ വളർന്നു വരുന്ന രാജ്യത്തിൻ്റെ മറ്റുള്ള സംവിധാന സിസ്റ്റങ്ങളിലേക്ക് വരും തലമുറകളിൽ നമുക്കൊന്നും ഇന്ത്യൻ ജനവും തലമുറകൾക്കൊന്നും വരാതിരിക്കട്ടെ. നല്ലൊരു ഭരണങ്ങളോ നല്ലൊരു ചാരിറ്റിയോ ട്രസ്റ്റുകളോ ഇനിയും ആരെങ്കിലുമൊക്കെ പുതിയത് വേറെയും ഉണ്ടാവും എന്നുള്ള സുഖപ്രതീക്ഷയോടെ ഇനിയും നമ്മളുടെ ചാരിറ്റികൾക്ക് വേണ്ടി വീണ്ടും നമ്മൾക്ക് അത് കണ്ടെത്തുന്നത് നമ്മളുടെ എല്ലാ ജീവിതങ്ങളിലേക്കും നമ്മുടെ ഭാവികളുടെയും വളർച്ചകളുടെയും അതേപോലെ രാജ്യത്തിൻ്റെ വളർച്ചകൾക്കും സംസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടും അതേപോലെ വരും രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാനുമുള്ള ഒരു കണക്കൂട്ടുള്ള മനസ്സുള്ളവരായി മാറട്ടെ എന്നുള്ള അവരും വിജയപദത്തിൽ വന്നെത്തട്ടെ എന്നുള്ള ചെന്നെത്തിപ്പെടട്ടെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അവർ വിജയിതരായി ശീലരായി വരട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ ഈ ലൈവ് പ്രോഗ്രാം താൽക്കാലികമായിട്ട് ഇവിടെ പറയുകയാണ്.